म्यूजिक धमाका। Only on Radio Media Village. ഓൾഡ് മലയാളം സോങ്ങിൽ ഇപ്പോൾ പാടാനിട്ടെത്തുന്നത് അപൂർവ അനിൽ. അപൂർവ, ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം ചേട്ടാ. അപ്പം ഓൾഡ് മലയാളം സോങ് റൗണ്ട് ആണ്. അപ്പം ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് പറയുന്ന പാട്ടാണല്ലേ. സോ എന്തായാലും നമുക്ക് കേൾക്കാം. പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. സ്റ്റേജിൽ അപൂർവ അനിലാണ്. പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. നീ
90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്കയാണ് ദേ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപൂർവ അനിലാണ് ഇപ്പോൾ പാടി നിർത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു ഓൾഡ് മലയാളം സോങ് പാടിയിട്ട്? കുഴപ്പമില്ലാതെ പാടി. നേരെ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ. അപൂർവ അനിൽ ഗന്ധർവം വന്നോ? അതെ അതെ അതെ. ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയിലെ അയ്യോ ഇതെന്താ ഈ അപൂർവ അനിലെല്ലാം എടുത്തോണ്ട് വരുന്ന ഭയങ്കര ഹെവി ലോഡ് എന്നൊക്കെ പറഞ്ഞു. ഹെവി സോങ്, ടഫ് സോങ്. ഞാൻ ചോദിക്കുമായിരുന്നേ, ഒരു ഓൾഡ് മലയാളം സോങ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഒരു പാട്ട് വേണമെങ്കിൽ എടുക്കാമായിരുന്നല്ലോ, ഫീമെയിൽ സോങ്. ഇത് ദാസേട്ടൻ പാടി, പിന്നെ ജോൺസൺ മാഷിന് ഭയങ്കര കമ്പോസിങ് ആണിത്. പിന്നെ ആ സിനിമയിൽ ഈ പാട്ടിന് ഒത്തിരി ചരിത്രമുണ്ട്. അത് പറയാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. കാരണം ഇതിന് പിന്നെ ഒരു രാഗമാലികയല്ല, സോറി, പിന്നെ ഇത് ഒരു ഹിന്ദുസ്ഥാൻ ടച്ചസോട് കൂടി, എന്നാൽ അത് പക്ക കർണാട്ടിക് ക്ലാസിക്കലിൻ്റെ ഒക്കെ ഒരു അല്ലേ ടച്ചസോട് കൂടി ചെയ്ത ഒരു പാട്ടാണ്, കോമ്പസിഷനാണ്. നല്ല ടഫ് സോങ് ആണ്. അപ്പോൾ സ്വരങ്ങളും അല്ലേ ചരണം വരുമ്പോൾ ഇച്ചിരി ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് സംഗതികൾ സ്ലൈറ്റായിട്ടൊക്കെ സ്ലിപ്പായിട്ടുണ്ട്. ടഫ് സോങ് ആണ്. പക്ഷേ റൂട്ട് ദാസേട്ടൻ പാടിയ അതേപോലെ എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല എങ്കിൽ പോലും അതിലെ മാക്സിമം മോള് പാടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സിമ്പിൾ സോങ് അല്ല, സിമ്പിൾ സോങ് പാടാനുള്ള വേദി സമയമായിരുന്നു, ഓപ്പർച്യൂണിറ്റി. അത് ഇത്രയും വലിയ ഹെവി പോട്ടൊക്കെ എടുത്തു വന്ന് തകർക്കുക അല്ലേ, നല്ലൊരു പാടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പം അതിനോട് മാക്സിമം പിന്നെ നീതി പുലർത്താനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ ആവണം. നല്ല ടഫ് സോങ് അല്ലേ. എന്നാലും എനിവേ ഇതെടുത്ത ആ ഒരു അതിനെന്താ പറയുക, ആ ഒരു ചങ്കൂറ്റത്തിന് പിന്നെ കൺഗ്രാജുലേഷൻ കേട്ടോ, മനോഹരമായി, വെൽ ഡൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ജിൻസാറിനെ കേസ് ചോദിക്കാം, ഗന്ധർവൻ വന്നോ ഇല്ലയെന്ന്. ഗന്ധർവൻ, അതെ. അപൂർവ ദേവാങ്കണങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞ എടുത്ത ഹെവിയാണ് എങ്കിലും അതിനോട് മാക്സിമം നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പറയുന്ന ദേവാങ്കണങ്ങൾ എന്ന് പറയുന്ന ഫസ്റ്റ് ലൈനിൽ തന്നെ ദേവാങ്കണങ്ങൾ അത് വേറെ ഒരു സംഗതിയാണ്. എനിക്കൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. സായാൻ അങ്ങനെ ഒരു വേറെ ഒരു സംഗതി പഠിച്ചു പോയെന്ന് തോന്നുന്നു, വേറൊരു സംഗതിയിലേക്ക് പോയെന്ന് തോന്നുന്നു. പഠിച്ചു വെച്ചാൽ അപ്പം അത് പിന്നെ ആ കറക്റ്റ് സാധനം തന്നെ കേട്ട് പഠിക്കാനാണ് ശ്രദ്ധിക്കുക. വേറെ താഴോട്ടും സല്ലാപമേറ്റുണർന്ന് ആ സംഗതികളൊക്കെ വേറെ ഒരു സംഭവമാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് നന്നായിട്ട് കേട്ടൊന്നുകൂടെ പഠിച്ച് പാടുക. ഏതായാലും സാറ് പറഞ്ഞ പോലെ ഈ ചങ്കൂറ്റത്തിന് നമ്മൾ കൈയടിച്ചേ പറ്റത്തുള്ളൂ, കൺഗ്രാജുലേഷൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഏതായാലും കൂടുതൽ നന്നായിട്ട് പഠിച്ചു പാടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചതിൽ, സംസാരിക്കാൻ സാധിച്ചതിൽ, പാട്ടുകൾ കേൾക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം പറയുകയാണ്. വീണ്ടും തുടർന്നുള്ള വേദികളിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അപൂർവ അനിലാണ് ഇപ്പോൾ ഇവിടെ വേദിയിൽ ഉണ്ടായിരുന്നത്. സോ താങ്ക് യു വെരി മച്ച് അപൂർവ. താങ്ക് യു.